സമയം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല വെയിൽ തെളിയുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം രാവിലത്തെ തുണിയലക്കം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഏറെക്കുറെ എല്ലാ ജോലിയും തീർന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പതുക്കെ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയതാട്ടോ. കുഞ്ഞ് നേരെ ഇതേ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആട്ടുംകൂട് അല്ലെങ്കിൽ എന്തെങ്കിലും കളിയൊക്കെ ആയിട്ട് എതിലേലൊക്കെ അങ്ങ് നടക്കും കേട്ടോ പുറത്തൂടെ. എന്തായാലും ആട്ടുംകൂടിൻ്റെ അടുത്തോട്ടോ രാവിലെ വന്നേക്കുന്നത്. ആട്ടുംകൂട് പണിതേ പിന്നെ ഇവിടെ ഊർന്ന് കളിക്കാനും മാടിൻ്റെ അടുത്ത് നിൽക്കാനൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അവളുടെ കയ്യിലൊരു പഴത്തൊലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ടോ കറങ്ങിയടിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. പുറത്ത് രാവിലെ തുണിയെല്ലാം കഴുകിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ മഴയായിരുന്നു. ഇന്നിത് നല്ല രീതിക്ക് വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. മഴയാണെങ്കിലും വരുന്ന വെയിലിന് നല്ല രീതിക്ക് ചൂടുണ്ട്. പിന്നെ ഇത് ഞാൻ നേരെ കറങ്ങി ഞങ്ങളുടെ ലുക്കയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പുറത്തിറങ്ങുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇവൻ്റെ അടുത്ത് ഒരു വരവുള്ളതാണ് കേട്ടോ. ആൾക്ക് കഴിഞ്ഞ ദിവസം ഹീറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് 2-3 ദിവസമായിട്ട് ഭയങ്കര ക്ഷീണമൊക്കെയാണ് കേട്ടോ. നമ്മൾ കഴിക്കുന്ന ഫുഡൊന്നും അങ്ങനെ കഴിക്കുന്നില്ല. അപ്പോൾ അവന് ക്ഷീണം വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ആടിനൊക്കെ എന്ത് വന്നാലും എനിക്കങ്ങനെ വിഷയമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇവന് ലുക്കായ്ക്ക് എന്തെങ്കിലും വയ്യാഴിക വന്നാൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ചേട്ടയും അച്ചാച്ചയും അനിയനും ഒക്കെ രാവിലെ ഗേറ്റിൽ പെയിൻ്റ് അടിക്കുന്ന ഭയങ്കര ജോലിയിലാണ് കേട്ടോ. അതിനിടയിൽ ഞാനിത് വന്ന് വൈകിട്ട് ഷെയ്ക്ക് അടിക്കാനായിട്ട് 2 പാലെടുത്ത് ഫ്രീസറിൽ വെക്കുന്നുണ്ട് കേട്ടോ. വൈകിട്ട് എന്തെങ്കിലും ആവുമല്ലോ, ഇപ്പോൾ കുറേ ദിവസമായി അടിച്ചിട്ട്. അതിനിടയിൽ കുഞ്ഞ് അവളുടെ ബുക്കും പെൻസിലും ഒക്കെ ആയിട്ട് ബെഡിൽ പോയി കിടന്നു കേട്ടോ. പിന്നെ ഇത് ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും വീണ്ടും വെയിലാറിയപ്പം ചേട്ടായി വീണ്ടും പെയിൻ്റ് അടിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പട്ടിയുടെ ഈ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അത് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ചാച്ചിയുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ളൊരു മോളാണ് കേട്ടോ.